അമ്പലങ്ങളിൽ ദർശനത്തിനു പോകുമ്പോൾ ശ്രീകോവിലിനു പുറത്ത് 9 പ്രതിഷ്ഠ കണ്ടിട്ടില്ലേ? ഇവരാണ് സപ്ത മാതൃക്കൾ. ദേവീ മാഹാത്മ്യത്തിലെ 7 ശക്തി സ്വരൂപങ്ങൾ. അന്തകാസുരൻ, രക്തബീജൻ എന്നീ അസുരന്മാരെ വധിക്കാൻ വേണ്ടിയാണ് ആദിപരാശക്തിയുടെ നിർദ്ദേശപ്രകാരം ഈ 7 ദേവിമാർ അവതരിച്ചത്. പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ള ഈ 7 അമ്മമാർ ഇവരാണ്. ബ്രഹ്മാണി, ബ്രഹ്മാവിൻ്റെ ശക്തി, ഹംസവാഹിനിയാണ്. ചതുർമുഖവും 4 കൈകളും ഉണ്ട്. ജ്ഞാനവും വിദ്യയും പ്രദാനം ചെയ്യുന്നു. മാഹേശ്വരി, ശിവന്റെ ശക്തി. വൃഷഭവാഹനത്തിലാണ് ദേവി എഴുന്നള്ളുന്നത്. തൃക്കണ്ണും ശൂലവുമുണ്ട്. ക്രോധം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൗമാരി, സുബ്രഹ്മണ്യന്റെ ശക്തി. മയിൽ വാഹനത്തിലാണ് ദേവിയുടെ ഇരിപ്പ്. ശരവും വേലുമേന്തിയ ദേവി ശത്രുനാശത്തിന് കാരണമാവുന്നു. വൈഷ്ണവി, മഹാവിഷ്ണുവിൻ്റെ ശക്തി. ഗരുഡവാഹനത്തിൽ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയേന്തി ദർശനം നൽകുന്നു. ഐശ്വര്യവും കുടുംബസുഖവും നൽകുന്നു. വാരാഹി, വിഷ്ണുവിൻ്റെ വരാഹാവതാരത്തിൻ്റെ ശക്തി. പന്നിമുഖമുള്ള ദേവി സിംഹവാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്. സർവവിഘ്നങ്ങളും മാറ്റാൻ വാരാഹി ദേവിയെ ഭജിക്കുന്നു. ഇന്ദ്രാണി, ദേവേന്ദ്രൻ്റെ ശക്തി. ഐരാവതമെന്ന വെള്ളാനയാണ് വാഹനം. വജ്രായുധമേന്തിയ ദേവി രാജയോഗവും നേതൃപാടവവും തരുന്നു. ചാമുണ്ഡി, കാളി അഥവാ ഭദ്രകാളിയുടെ ഭാവം. ചണ്ഡമുണ്ടന്മാരെ വധിച്ച ശക്തി. പ്രേതവാഹനയോ പുലിവാഹനയോ ആണ്. ശത്രുദോഷവും ഭയവും അകറ്റി വിജയം തരുന്നു. ക്ഷേത്രങ്ങളിൽ ബലിപീഠങ്ങളിലാണ് ദേവിമാരെ സങ്കല്പിച്ചിട്ടുള്ളത്. ഇവരെ ഭജിക്കുന്നത് സർവപാപങ്ങളും അകറ്റാനും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്താനും സഹായിക്കും. കേരളത്തിൽ കണ്ണൂരുള്ള മാടായിക്കാവിൽ ദേവിമാരുടെ പ്രതിഷ്ഠ ഉണ്ട്. ദേവിമാരുടെ 2 വശങ്ങളിലുമായി വിഘ്നേശ്വരനും ബലഭദ്രനും കുടികൊള്ളുന്നു. അങ്ങനെയാണ് 9 പ്രതിഷ്ഠ. ഓം സപ്തമാതൃഭ്യോ നമഃ.